അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത പലരെയും സംശയത്തിലാഴ്ത്തി. കാര്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാനോട് UAE ആവശ്യപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാന് കടമായി UAE നൽകിയ $3.5 ബില്യൺ ഉടൻ തന്നെ തിരിച്ചടയ്ക്കണം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നമുക്കറിയാം, ഈ ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയതിനു ശേഷം പാകിസ്ഥാനിലെ ഇന്ധന വില ഇരട്ടിയിലധികമായി. മാത്രവുമല്ല, ഇന്ധനം കിട്ടാനുമില്ല. ഇനി കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പോലും പാകിസ്ഥാൻ ക്ഷാമം അനുഭവിക്കുകയാണ്. അതുമാത്രമോ, ഈ സിന്ധു നദിയിലെ ജലത്തിന്റെ അളവ് പാകിസ്ഥാനിലേക്ക് എത്തുന്നത് കുറഞ്ഞു. ഇന്ത്യ ഡാമുകളുടെ പണി പൂർവാധികം വേഗത്തിലാക്കി. അപ്പോൾ സർവ്വരീതിയിലും പ്രതിസന്ധിയിലായിരിക്കുന്ന പാകിസ്ഥാന്, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഇടിവെട്ടിയതിനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അതേ രീതിയിലാണ് ഇന്ന് പാകിസ്ഥാന്റെ അവസ്ഥ. പാകിസ്ഥാനിലേക്ക് വലിയ ബുദ്ധിമുട്ടാവും ഈ $3.5 ബില്യൺ തിരിച്ചടയ്ക്കുക എന്നുള്ളത്. പാകിസ്ഥാൻ ഈ $3.5 ബില്യൺ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം എന്നാണ് UAE അന്ത്യശാസനം. അങ്ങനെ തിരിച്ചടച്ചാൽ പാകിസ്ഥാന്റെ വിദേശ നാണ്യ ശേഖരത്തിലെ 20% കുറവുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നു. ഇനി പാകിസ്ഥാനുമായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു പ്രതിരോധ കരാർ ഒപ്പിട്ട സൗദി അറേബ്യ, ആ സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാനോട് ഇപ്പോൾ അത്ര വലിയ സ്നേഹമില്ല. ഇടയ്ക്ക് പാകിസ്ഥാൻ വലിയ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. അതായത് ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ ഒരു ആകുകയാണെന്ന്. ഇസ്ലാമാബാദിൽ വെച്ച് ഇസ്രായേലിൻ്റെയും ഇറാന്റെയും അതുപോലെ അമേരിക്കയുടെയും പ്രതിനിധികൾ കൂടിക്കണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നും പാകിസ്ഥാൻ ഒരു വലിയ അന്താരാഷ്ട്ര മധ്യസ്ഥന്റെ ഒരു റോളിലേക്കൊക്കെ ഉയരുന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷം പോലും പറഞ്ഞു, പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെക്കാളും ഒക്കെ എത്രയോ മികച്ച ഒരു ഡിപ്ലോമസി ഉള്ള ഒരു രാഷ്ട്രമാണ്. അങ്ങനെയൊക്കെയുള്ള വലിയ വാദഗതികളൊക്കെ നമ്മൾ പലരും കേട്ടു. പക്ഷെ ഒടുവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇറാൻ പറയുന്നു, ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ മധ്യസ്ഥതയെ വേണ്ട. പിന്നെ സൗദി അറേബ്യയ്ക്കും പാകിസ്ഥാനോട് വലിയ അതൃപ്തിയാണ്. കാരണം സൗദിയുമായിട്ട് പ്രതിരോധ കരാർ ഒപ്പുവെച്ച സമയത്ത് സൗദിയെ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ അത് പ്രതിരോധിക്കുമെന്നും, പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി പ്രതിരോധിക്കുമെന്നും ഒക്കെയുള്ള നിറം പിടിപ്പിച്ച കഥകളാണ് പലയിടത്തും നമ്മൾ കേട്ടത്. പക്ഷേ നിരന്തരം ഇറാന്റെ ഡ്രോണുകൾ സൗദി അറേബ്യ ആക്രമിക്കുകയാണ്. സൗദിയുടെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ അരാംകോയുടെ റിഫൈനറികൾ ഈ ആക്രമണത്തിൽ തകർന്നു. പാകിസ്ഥാൻ അനങ്ങുന്നില്ല. അപ്പൊ ഇത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇത് ഗൾഫ് പാകിസ്ഥാനെ ഇനി വിശ്വാസത്തിലെടുക്കുന്നില്ല. വല്ലാത്തൊരു പ്രതിസന്ധി. അപ്പോൾ ഇത് എന്താണ് ഈ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു കുഴിയിലേക്ക് ചാടിയത്? നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർ പോലും കരുതുന്ന ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്, പ്രത്യേകിച്ച് അണുബോംബ് കൈവശമുള്ള ലോകത്തിലെ ഏക ഇസ്ലാമിക രാജ്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക ലോകം എപ്പോഴും പാകിസ്ഥാന്റെ കൂടെ നിൽക്കണ്ടേ? പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ഇറാനും ഗൾഫും ഒക്കെ അംഗീകരിക്കണ്ടേ? എന്തുകൊണ്ടാണ് പാകിസ്ഥാന് വിശ്വാസ്യതയില്ലാത്തത്? ഇതൊരു വലിയ ചർച്ചയായിട്ട് ഇപ്പം ലോകത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ വിദേശകാര്യ ഡിപ്ലോമസി നയതന്ത്ര മേഖലകളിൽ ഇതൊരു വലിയ ചർച്ചയാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയും ഈ നയതന്ത്ര വിദഗ്ധർ പറയുന്നുണ്ട്. ഒരു രാജ്യവും മതത്തിന്റെ പേരിൽ മാത്രം മറ്റു രാജ്യങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കിട്ടുന്നില്ല. ഏതൊരു രാജ്യത്തിനും സ്വീകാര്യത വരണമെങ്കിൽ അവരുടെ സമ്പദ്ഘടന ശക്തമായിരിക്കണം. അങ്ങനെ ശക്തമായ സമ്പദ്ഘടന പാകിസ്ഥാൻ ഉണ്ടാവാത്തിടത്തോളം കാലം പാകിസ്ഥാന്റെ വീരവാദങ്ങളും വാദഗതികളും ഇടനിലയ്ക്കുള്ള തയ്യാറെടുപ്പും ഒന്നും ആരും വകവെക്കത്തില്ല. കാരണം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ആദ്യം സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ കാര്യം നോക്കാനുള്ള ശേഷി ഉണ്ടാവട്ടെ. അതൊരു ഭാഗത്ത്. പിന്നെ മറുഭാഗത്ത് ഈ പാകിസ്ഥാന്റെ ആഭ്യന്തര കുഴപ്പങ്ങളുടെ ഒരു ആധിക്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ സൈന്യത്തിന് ബലൂചിസ്ഥാനിലോട്ട് കയറാൻ പറ്റുന്നില്ല. പാകിസ്ഥാൻ സൈന്യത്തിന്
പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് അഥവാ ഖൈബർ പക്തൂൺവായിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. ബലൂചിസ്ഥാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രത്യേക രാജ്യം പോലാണ് നിലനിൽക്കുന്നത്. അതുമാത്രമോ, ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് സിന്ധ് ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു, അവിടെ സിന്ധ് എന്ന പ്രവിശ്യ പാകിസ്ഥാൻ ഒപ്പം നിൽക്കണോ എന്ന കാര്യത്തിൽ ഒരു റഫറണ്ടം നടത്തണം. അപ്പൊ ഇങ്ങനെ പിന്നെ സാമ്പത്തിക കുഴപ്പങ്ങളായാലും അതുപോലെ ഉള്ളിലെ തീവ്രവാദത്തെയോ അല്ലെങ്കിൽ വിഘടനവാദത്തെയോ അമർച്ച ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ഇടനിലക്കാരനായിട്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കാനൊന്നും പറ്റുമെന്ന് ആരും കരുതുന്നില്ല. ഇപ്പം മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വൈദ്യരെ സ്വയം ചികിത്സിക്കുമെന്ന്. എഴുന്നേറ്റ് കിടക്കാൻ വയ്യാത്ത വൈദ്യരാണെങ്കിൽ ചികിത്സിക്കാൻ ആരും പോകില്ല. ആദ്യം ഡോക്ടറാണെങ്കിലും വൈദ്യരാണെങ്കിലും രോഗികൾക്ക് തോന്നണം ഇയാൾക്ക് ആരോഗ്യമുണ്ടെന്ന്. അപ്പം സ്വന്തം രോഗം ആദ്യം ഇല്ലാതാക്കിയതിന് ശേഷം ആദ്യം മറ്റുള്ളവരുടെ ചികിത്സ നടത്തേണ്ടത്. ഈ ഒരു പ്രതിസന്ധി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. ഇവിടെ വേറൊരു സംഭവമുണ്ട്. അതായത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യയുടെ എണ്ണ പിന്നെ ടാങ്കറുകൾ അല്ലെങ്കിൽ അതുപോലെ ഈ LPG വഹിച്ചു കൊണ്ടുവരുന്ന കണ്ടെയ്നർ കപ്പലുകൾ ഇതെല്ലാം ഉൾപ്പെടെ ഇന്ത്യയുടെ 7 കപ്പലുകൾ ഹോർമൂസിലൂടെ ഇറാൻ കടത്തിവിട്ടു. പക്ഷെ പാകിസ്ഥാന്റെ 1-2 കപ്പലാണ് കടത്തിവിട്ടത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കപ്പലുകളെ സേഫായിട്ട് ഹോർമൂസിലൂടെ കടത്തിവിട്ട രാജ്യം ഏത് രാജ്യത്തിന്റെ കപ്പലാണ് അങ്ങനെ ഇറാൻ കടത്തിവിട്ടതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കപ്പലാണ്. ഇന്ത്യയുടെയാണ് ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഇപ്പോൾ ഹോർമൂസ് വഴി സുരക്ഷിതമായിട്ട് ഇറാൻ അനുവദിച്ചത്. അപ്പോൾ ഇത് ഇന്ത്യയോടുള്ള സ്നേഹമാണെന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ഇന്ത്യ സമ്പദ്ഘടന വളരെ ശക്തമായിട്ടുള്ളൊരു രാജ്യമാണ്. ഇറാനെ സംബന്ധിച്ച് അവരുടെ എണ്ണയും അവരുടെ പ്രവൃത്തിവാദവും ഇന്ത്യക്ക് വിൽക്കാം, കടം പറയില്ല. അപ്പോൾ ഒരു നല്ല കസ്റ്റമറാണ് ഇന്ത്യ. പിന്നെ താരതമ്യേന നിഷ്പക്ഷത പാലിക്കുന്നു. ഇന്ത്യക്ക് നല്ല സൈനിക ശക്തിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാന്റെ ഇവിടെ പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോയ ഒരു കപ്പല് കൊച്ചിയിൽ ഇന്ത്യ 2 കപ്പലുകളോട് ആവശ്യപ്പെട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ. അതിൽ ഒരു കപ്പൽ ശരിക്ക് പറഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്തു, മറ്റൊരു കപ്പൽ സ്റ്റേ ചെയ്തില്ല. ആ സ്റ്റേ ചെയ്യാതെ പോയ കപ്പല് ശരിക്കും അത് അപകടത്തിൽപ്പെട്ടു. സ്റ്റേ ചെയ്ത കപ്പൽ കൊച്ചിയിലുണ്ടായിരുന്നു. ആ കൊച്ചിയിലുണ്ടായിരുന്ന കപ്പൽ ശരിക്കും അതിലെ നാവികരെ സുരക്ഷിതമായിട്ട് ഇവിടെ താമസിപ്പിക്കാൻ ഇന്ത്യക്ക് പറ്റി. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. കാരണം ഇതൊരു വിലപേശൽ ഇതിനകത്തിൽ നടന്നു. ഈ വിലപേശൽ എന്ന് വെച്ചാൽ ഈ നാവികരെ അവിടെ സുരക്ഷിതമായിട്ട് നമ്മൾ ഇറാന് വിട്ടുകൊടുത്തു. ഇറാന് അത് വലിയൊരു ഇന്ത്യയുടെ ഒരു മഹാമനസ്കതയായിട്ട് എടുത്തു. നമ്മളിൽ ചില ആൾക്കാരൊക്കെ അന്നിവിടെ പറഞ്ഞു, ഈ ശ്രീലങ്കയിൽ വെച്ച് പിന്നെ ശ്രീലങ്കയുടെ തീരത്തിന് പുറത്ത് വെച്ചിട്ട് ഇറാന്റെ ഒരു കപ്പൽ അമേരിക്കൻ മുങ്ങിക്കപ്പൽ തകർത്തത് ഇന്ത്യ അവർക്ക് പിന്നെ വേണ്ട മുന്നറിയിപ്പ് കൊടുക്കാതിരുന്നുകൊണ്ടാണ്. അങ്ങനൊന്നുമല്ല. ഇന്ത്യ യഥാർത്ഥത്തിൽ 2 കപ്പലുകളോടും ആവശ്യപ്പെട്ട, പക്ഷെ ഒരു കപ്പൽ അങ്ങ് തിരിച്ചുപോയി. ഇന്ത്യയുടെ മുന്നറിയിപ്പ് കേൾക്കാതെ പോയ കപ്പലിനാണ് അപകടം സംഭവിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വസ്തുതകൾ കണക്കിലെടുക്കുമ്പോൾ സൈനിക ശേഷി, സാമ്പത്തിക ഘടന, ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ ബലമുള്ള ഒരു രാജ്യത്തിന് മാത്രമേ മധ്യസ്ഥനാവാൻ പറ്റൂ. ബലമില്ലാത്ത ആൾ 2 പേരടിക്കുമ്പോൾ ബലമില്ലാത്ത ഒരാൾ നടുക്ക് പോയിട്ട് ഈ അടിക്കുന്നവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാലോ ഈ 2 പേരും കൂടെ ഈ ബലമില്ലാത്ത മധ്യസ്ഥനെ അടിച്ച് താഴെയിടും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇന്ന് അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലാണ്. ഈ മറ്റൊരു വിഷയം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉള്ളത്, പാകിസ്ഥാനിലെ ഷിയ വിഭാഗക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ പാകിസ്ഥാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് ഇവിടെ കക്ഷത്തിലുള്ളത് പോവുകയും അരുത്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം എന്നുള്ള രീതിയിൽ ഇറാനോടുള്ള സൗഹൃദം നിലനിർത്തുകയും വേണം, സൗദിയോടും മറ്റ് ഗൾഫ് സുന്നി രാജ്യങ്ങളോടുമുള്ള സൗഹൃദം അതിനൊപ്പം കൊണ്ടുപോകാം. അത് നടക്കില്ല. ഇവിടെ പിന്നെ വ്യക്തമായൊരു നിലപാടെടുത്തേ പറ്റും. ഒന്നുകിൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരോടും തുല്യ രീതിയിൽ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ തുല്യ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നും പാകിസ്ഥാന് ലഭിക്കുന്ന സഹായധനം കിട്ടില്ല. ആ സാമ്പത്തിക തടസ്സമാണ്, ആ സഹായധനത്തിന് അവർ പിന്നെ കൊടുക്കേണ്ട വിലയാണ് ഈ ലോയൽറ്റി. അങ്ങനെ പാകിസ്ഥാൻ സഹായിക്കാൻ തയ്യാറല്ല.
ആ ലോയൽറ്റി കൊടുക്കാൻ തയ്യാറല്ല. അതോടുകൂടി ഗൾഫ് പറയുന്നത് സാമ്പത്തിക സഹായം എന്നാൽ ഇനിയും അതും ചോദിച്ച് ഇവിടേക്ക് വരണ്ട എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സഹായം എന്നുള്ള രീതിയിൽ പിച്ചച്ചട്ടിയുമായിട്ട് ഇനി ഗൾഫ് രാജ്യങ്ങളിൽ കറങ്ങാൻ പറ്റില്ല. സൗദിയെ സംബന്ധിച്ച് പാകിസ്ഥാനുമായിട്ടുണ്ടാക്കിയ കരാറിന് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയുമില്ല എന്ന രീതിയിൽ സൗദി നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇതൊരു അവരുടെ നിലപാടുകൾക്കുള്ള ഒരു വലിയ തിരിച്ചടിയാണ്. വരും ദിവസങ്ങളിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ ഒരു നിലപാട് ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന് ഒരു കാരണവശാലും പാകിസ്ഥാന് ഗൾഫിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലോ ഈ രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പാകിസ്ഥാന് ധനസഹായം നൽകുന്നത് ഗൾഫ് നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്വതന്ത്രമായ ഒരു സംവിധാനം എന്നുള്ള നിലയിൽ പാകിസ്ഥാന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.